Okay, the following budget estimates are available from the factory working at 50% of its capacity. 50% കപ്പാസിറ്റിയിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ വാരിയബിൾ എക്സ്പെൻസ് 60,000, സെമി വേരിയബിൾ എക്സ്പെൻസ് 20,000, ഫിക്സഡ് എക്സ്പെൻസ് 10,000. Prepare a budget for 75% of the capacity, assuming that semi-variable expense increase by 10% for every 25% increase. Okay. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബജറ്റ് വരയ്ക്കുകയാണ്. ഏതാ? ഫ്ലെക്സിബിൾ ബജറ്റ് ആണ് അല്ലേ? ഫ്ലെക്സിബിൾ ബജറ്റ്. നോക്കാം. അതിൽ ആദ്യം നമ്മൾ 50%, അതുപോലെ നമ്മൾ 75% കപ്പാസിറ്റി, ഇത് രണ്ടുമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. 50% ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്ക് അത് എടുത്ത് എഴുതിയാൽ മതി അല്ലേ? വാരിയബിൾ എക്സ്പെൻസ് എത്രയാണ്? 60,000 ആണ് അല്ലേ? 60,000. ദെൻ സെമി വേരിയബിൾ എക്സ്പെൻസ് എത്ര വന്നിരിക്കുന്നത്? 20,000. ദെൻ ഫിക്സഡ് എക്സ്പെൻസ് എത്രയാ? 10,000. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ടോട്ടൽ എക്സ്പെൻസ് കണ്ടുപിടിക്കാം. ടോട്ടൽ എക്സ്പെൻസ് 60, 20, 80, 10, 90,000. ഇനി അതിന്റെ കപ്പാസിറ്റി മാറുകയാണ്. എത്രയിലേക്ക് പോവാ? 75ലേക്ക് പോവാണ്. 75ലേക്ക് പോകുമ്പോൾ വേരിയബിൾ എക്സ്പെൻസ് എത്ര ഉണ്ടാവും? 50% 60,000 ഉണ്ട്. അപ്പോ 75 എത്ര ഉണ്ടാവും? അപ്പൊ വളരെ സിമ്പിൾ ആണ്. 60,000 ഇൻറ്റു എത്രയാണ് വേണ്ടത്? 75 ഡിവൈഡ് ബൈ 50. അപ്പം 90,000. Then സെമി വേരിയബിൾ പറഞ്ഞിട്ടുണ്ട്. 25,000 കൂടുകയാണെങ്കിൽ എത്ര കൂടും? 10% കൊണ്ട് കൂടും. 50,000 എത്ര കൂടിയിട്ടുണ്ട്? 75ലേക്കല്ലേ കപ്പാസിറ്റി പോയത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? 20,000ന്റെ 10% കൂടണം. 20,000ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാ? 2,000 അല്ലേ? അപ്പം 20ഉം 2,000, 22,000. ഫിക്സഡ് എക്സ്പെൻസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇല്ല. ഇറ്റ് വിൽ ബി സെയിം. 90ഉം 10ഉം 1,00,000, 1,22,000, 1,22,000. ചെറിയൊരു പ്രോബ്ലം. ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ?